ചക്ക ഇനി പറഞ്ഞാൽ കൊണ്ടേ ഇതുണ്ടാക്കാം നമുക്ക് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് കടിച്ചാപ്പറിച്ച് ഉണ്ടാക്കാം. പഴയ കടിച്ചാപ്പറിച്ച് ഫ്രഷ്. എന്നാ ഇത് 10 പറഞ്ഞാങ്ങളോ കേട്ടോ. അതുകൊണ്ടുള്ള പരിപാടിയാണ്. ചുക്കാപ്പിയാണ് മക്കളെ. ചുക്കാപ്പി കടയിൽ കൊണ്ടാനാണ്. എന്നാൽ കുടിച്ചാണ്ടല്ലോ റാത്താണ്. ഒന്ന് വേർക്കും എന്നാലും ശരീരത്തിന് റാത്താണ്. അല്ല ഏലക്കായ കിട്ടി ഇങ്ങനെ തിളപ്പിച്ച സാധനം. നമുക്ക് ചുവഞ്ചൊക്കെ വരുമ്പോൾ ടേസ്റ്റ് വേണം. ഇച്ചിരി വെള്ളം മതി. അല്ലെങ്കിൽ ആ വെള്ളം വന്നാണ്ട് ഇട്ടുകയാണെങ്കിൽ ആക്കിയാൽ മതി കുരുകാനെ. ഞാൻ നീര് കാണിച്ചു കൊടുത്തിട്ട് ചൂടാണ്. ഇനി കടിച്ചാ പറിച്ച് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ചട്ടി വെച്ചിട്ട് അടി പിടിച്ചാൽ ചട്ടിയാണ് നല്ലത്. കുറച്ച് ഉറപ്പില്ല. കാരണം നല്ല പിടിക്കും. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അപ്പോൾ അത് ദമ്മിൽ ഇളക്കണമെങ്കിൽ മണ്ണും ചട്ടിയോ അലുമിനിയം ചട്ടിയൊന്നും പറ്റില്ല. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ കട്ടിലെ ചട്ടിയാകുമ്പോൾ അത് അടി പിടിച്ചില്ല. അടി പിടിച്ചാലും നമുക്ക് ദമ്മിൽ ഇളക്കാം. ഈ നീര് നമ്മൾ പറഞ്ഞ നീര് ഇതിൽ ഒഴിച്ചു. ഇത് ഇളക്കി കൂട്ടി കൊണ്ടുവരണം. കടിച്ചാ കുറച്ച് എന്റെ മോഡലൊന്നും അറിയില്ല. പഴയ മോഡല് നമുക്ക് ഈ പറയാൻ കാണുമ്പോ അന്നത്തെ ഞങ്ങളോടൊക്കെ പാപ്പാര അന്നത്തെ ആപ്പിളാണത്. അന്ന് ശരിക്കും ആപ്പിൾ ഇട്ടില്ല. അന്നത്തെ ആപ്പിൾ പറയാനാണ്. കഞ്ഞിവെള്ളം ഓലസ് പറഞ്ഞ മാതിരി. ഇത് 2 ചക്കരന്റെ അച്ചില മധുരം ഉണ്ടാവും. എന്നാലും ചെറിയ മധുരത്തിന് വേണ്ടി മരത്തിനാണ് ഇത്. അളക്കാൻ പറ്റിയ നല്ല ചട്ട, നല്ല ഉറപ്പില്ല ചട്ടങ്ങൾ. എന്താ അങ്ങോട്ടൂടെ നല്ല അളക്കേണ്ടത്. ഇത് അലുവുണ്ടാക്കുന്ന മാതിരിയാണ്. നല്ല ഉറപ്പ് വരും കുറച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ തെങ്ങി വരും. കുറച്ച് നേരം പണി എടുക്കേണ്ടി വരും. എന്നാലും നമുക്ക് നാച്ചുറലായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. വീടിന്ന് വാങ്ങുന്നുണ്ട്. അത് പല കൂട്ടോളം വിളിച്ചിട്ടുണ്ടാക്കണ്ട. ഇപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമാണ് കച്ചാപ്പറിച്ചൊക്കെ. എല്ലാവരും ചോദിച്ച് വാങ്ങുന്നത്. പല രൂപത്തിലാണ് വരുന്നത്.
ഡബ്ബയിലൊക്കെ ആക്കി നല്ല ചൊറുക്കുള്ള കുപ്പിയിലൊക്കെ ആക്കിയിട്ടാണ് വരുന്നത്. കുട്ടികളെ ആകർഷിക്കുന്നതാണ് സംഭവം. അതിൽ കെമിക്കലിട്ട് വരുന്നതാണ്. ഇതൊക്കെ നാച്ചുറലാണ്. കാണാൻ ചിലപ്പോൾ ചൊറുക്കൊന്നും ഉണ്ടാവില്ല, സംഭവം അറിയാം. വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയാലോ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ മനസ്സിലാവുള്ളൂ. ചെറിയ ഉണ്ടാവും. കറുത്ത് വരുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും, ഇരിക്കാനുള്ളതാവും. ഇത് മെയിൻ എന്താ വേണ്ടത്? ക്ഷമ വേണം. ഞങ്ങൾ ഏലക്കായ ഇടാൻ ഏലക്കായിന്റെ ആവശ്യം ഇതിങ്ങനെ നമ്മൾ ആക്കി കൊടുക്കണം. ചട്ടിമ്പ് പിടിച്ചത് മധുരം, ഇതൊരു കറ ഉണ്ടാവും. ആ കറയും മധുരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ട് എപ്പോഴും കിട്ടണം. അത് എപ്പോഴും ചട്ടി ക്ലീൻ ആക്കിയാണ് ആക്കിക്കൊണ്ടേ നിൽക്കണം. അതിന് ഏറ്റവും നല്ലത് നമ്മളെ വറകടുപ്പ് തന്നെയാണ്. ഗ്യാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഗ്യാസ് വെച്ചാറുണ്ട്. പറിച്ച് വരുമ്പോൾ ഗ്യാസ് തീരും ചിലപ്പോൾ. അതോ നഷ്ടമാകാൻ കഴിയും. ഇതൊരു വറക്കുമ്പോൾ വെച്ച് അങ്ങനെ കത്തിപ്പോകും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ അതിന് മാറ്റം ഉണ്ടോ? ഇപ്പോൾ പറിച്ച് വന്ന് കണ്ടില്ലേ, ആ പഴം ഇങ്ങനെ കൂടി വരണം. അപ്പോൾ സാധനം കുറഞ്ഞ് വരും. എന്നിട്ട് പച്ച ഒട്ടുന്നതിന് മുമ്പ് നമ്മളിത് പാത്രത്തിൽ മാറ്റണം. പച്ച ഒട്ടിയാൽ പിന്നെ ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പൊ തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വാസനയും വരുന്നുണ്ട്, കർച്ചപ്പറിച്ചിന്റെ വാസന. നമ്മൾ ആൾക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് എത്ര വരെയും പ്രശ്നമില്ല. പക്ഷെ ചട്ടകം ഇങ്ങനെ ആൾക്കൊണ്ട് നിൽക്കണം. കുറുകി ഇങ്ങനെ വരും. അപ്പൊ വാസന അങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ കുട്ടികളൊക്കെ വേണ്ടി വരും. ഇതിലൊന്നും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഒറിജിനൽ അതിന്റെ നീര് മാത്രമേ ഉള്ളൂ. വെള്ളം കൂടി ചേർക്കണം. നമ്മൾ അത്രയും സ്വത്തുള്ള സാധനമാണ് ഇത്. അത് അരക്കുമ്പോൾ നമ്മൾ തുള്ളി വെള്ളം ചേർക്കുക. അതിനാണോ അതിൻ്റെ പശ ഉണ്ടാവും. ആ പശ കൂടുതൽ ഒട്ടാക്കാൻ വേണ്ടി. ഇത് ഭയങ്കര ഒട്ടലാണ്. ഒരു ഫ്രീ ആകാൻ വേണ്ടി കണ്ടില്ല. നമ്മൾ ആ പശ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടോ. ഇനി ഈ പത പൊന്തി ഇങ്ങനെ കൂടുതലാണല്ലോ. അപ്പോൾ അത് കൂടുന്നാലേ ഇങ്ങനെ വരുന്നുണ്ടോ, ആയി വരുന്നുണ്ട്. ഇതിങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് നേരില്ല കേട്ടോ. ഞാൻ അതിന് മോഡൽ കാട്ടി തന്നെയാണ് 5 ആണേ ആക്കിയിട്ട്. അത് ഒക്കെ പാടെ കഴിഞ്ഞിട്ട് അതൊന്ന് മുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ശരിക്കും ഇതിനകത്ത് തന്നെ അളക്കുക. ഇത് വീട് വെക്കാനായിട്ട് ഞാൻ തട്ടയിലേക്ക് പോവാണ്. ഇത് ആക്കിയോളി ഉണ്ടാക്കിയോളി. അങ്ങാടി തട്ടുകട കാരാവറിൻ്റെ അങ്ങാടി തന്നെയാണ്. അരികോട്ടിന് കിടങ്ങായി ഷാപ്പൂന്ന് കഴിഞ്ഞ് കാരാവറിൻ്റെ അങ്ങാടി തന്നെയാണ്. അതൊക്കെ വലിയൊരു ചീനിമരം ചീനിൻ്റെ വീട്ടിലല്ലേ. ഞാൻ ആരെങ്കിലും നമുക്ക് ഇനി വരികയാണെങ്കിൽ ഒരു ചിറ്റാപ്പ് വെച്ച് പോയിക്കോണ്ടി അമ്മ. അങ്ങനെ ടേസ്റ്റ് കറി ചെയ്യാറ്. ഇറച്ചി മൂളിയുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, പിന്നെ മക്രൂണി, ചിക്കൻ മക്രൂണി, ബീഫ് മക്രൂണി, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ മിക്സഡ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇറച്ചിയും പൂളിയും ചിക്കനും മക്രൂണിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി തരും. അങ്ങനെയില്ല, ജനങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് മുളക് വേണോ വേണ്ടേ, അതിന് മസാല എത്ര വേണം, അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുക. അല്ല ഒറ്റയ്ക്ക് ഉണ്ടാക്കി ചൂടാക്കി കൊടുക്കുന്ന പരിപാടിയല്ല. ലൈവായി അപ്പക്കപ്പക. കറുത്ത കളറിൻ്റെ കർച്ചപ്പറിച്ചിൻ്റെ ഒറിജിനൽ കളറായിട്ട് വരണം കേട്ടോ. കണ്ടോ ഈ വെളുത്തിലേക്കണം. ഇതൊന്നും ടൈറ്റായാലും നമുക്ക് വാങ്ങി വെക്കാം. ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ഒരു ബോൾ ചെറിയ കഷ്ണമാക്കി മുറിക്കണം. അല്ലെങ്കിൽ പിന്നെ മുറിച്ചാൽ കിട്ടില്ല. ഇപ്പം ഉണ്ടാക്കുന്ന പുതിയ തലമുറകളൊക്കെ ഈ കൊക്കക്കോള വെച്ചാണൊക്കെ ഉണ്ടാക്കലുണ്ട്. പെട്ടെന്ന് ഇത് സെറ്റാകാൻ ഈ ചട്ടിയായ പ്രത്യേകത ദമ്മിനളക്കാം. നമ്മൾ മണ്ണിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ താഴത്തിന് നമ്മൾ വെണ്ണൂറാക്കി പോയിരിക്കണം.
പറ്റത്തില്ല. പിന്നെ ജനങ്ങൾ ഇത് മെനക്കെട്ടിന് കുറച്ച് സാധനമേ ഉള്ളൂ. പക്ഷെ ഒരു പറിക്കാൻ വന്നാൽ 2 ആപ്പിളും നിന്റെ ഫലം എന്ന് പറഞ്ഞേക്കാം പേരെ കാലത്ത്. അതേമാതിരി ഇത് തിന്നാൽ നമുക്ക് കുറേ കാലം കച്ചാപ്പറിച്ച് തിന്നല്ല. ഇത് 2 തിന്നാൽ മതി. അതിൻ്റെ രസം ഇത് വേർത്തന്നെ അതിൻ്റെ ഒറിജിനാലിറ്റിയാണ്. അത് കുറച്ചായാലും സംഭവം ടേസ്റ്റായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇപ്പം സുലഭമായിട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ ലളിതമായിട്ട്. ഇപ്പോഴത്തെ തലമുറകൾക്ക് പറഞ്ഞ് ഇപ്പൊ കാട്ടി കൊടുക്കുന്ന തലമുറക്ക് ഇങ്ങനെയൊക്കെ മക്കൾ ഉണ്ടാക്കല് പറഞ്ഞാണ്ട് നമ്മളൊന്ന് ചായ എടുത്താണ് ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചിരുന്നു. കുറേ ഉണ്ടാവും. ഇപ്പൊ ആകെ 4-5 പീസല്ലേ ഉള്ളൂ. 2-4 ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞെടുത്താൽ ഉണ്ടാക്കാം. ഉഷാറായിട്ടുണ്ടാവും. കുറച്ച് കണല് ഇന്നിപ്പോൾ ചെറിയ കണലുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നോക്കാം ടൈറ്റായി വരുന്നുണ്ടല്ലോ. ഇതിലേക്ക് നമ്മൾ പൊട്ടുകടല അങ്ങനത്തെ ഒക്കെയാണ് ചേർക്കട്ടോ. മുളകുകളൊക്കെ വേണം ആക്കാം. ഇതൊന്നും ചേർത്തില്ല. അതുപോലെ നീര് മാത്രമേ ഉള്ളൂ. പൊട്ടുകടലും ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേറെ രൂപത്തിൽ വരും. ഇതിങ്ങനെ ഉണ്ടാകും. നമുക്ക് മോഡൽ എങ്ങനെ കിട്ടാം. ഈ ശരിക്കും അലുവ ഉണ്ടാക്കുന്നത് അതുപോലത്തെ ഒരു പണിയുണ്ട്. അലുവ അങ്ങനെ തന്നെ ഉണ്ടാക്കും. ഇങ്ങനെ ആക്കുന്നു. ഇതിന് മെനക്കെട് ചേർച്ചാൽ ഉണ്ടാക്കാത്ത കേട്ടോ. അതൊക്കെ നമുക്ക് ഒരു പാവന നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചു നമ്മൾ കഴിച്ചും ചെയ്യും. അത് അല്ല അടുത്തിന് ചൂടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ ഒക്കെ വറ്റി പോയാൽ ആവശ്യമില്ല മാത്രം നിൽക്കുള്ളൂ. അതിൻ്റെ ഇത് മാത്രം ബാക്കിയൊക്കെ വറ്റി പോകണം. വരുമ്പോഴൊക്കെ കുടുക്ക വെള്ളം ഉണ്ടായാലും സാധനം അധികമൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കച്ചാപ്പറിച്ച് നമ്മൾ കറിയിൽ കാണുന്ന പഞ്ചസാര വെള്ളത്തിൽ കളറുട്ടി അടിക്കുകയാണ്. നമ്മൾ കുടിക്കുകയാണ്. കച്ചാപ്പറിച്ചല്ല. കച്ചാപ്പറിച്ച് ഒറിജിനൽ നമ്മളെ അങ്ങനെ നെയ്യോ ഉണ്ടാക്കണം. അതാണ് കച്ചാപ്പറിച്ച്. പേരെന്നെ കച്ചാപ്പറിച്ച്. കടിച്ചാണെന്ന് പറിച്ചണം. പിന്നെയും കടിച്ച് പിന്നെയും പറിച്ചണം. അതാണ് കച്ചാപ്പറിച്ച്. ഒറ്റയെടുക്കുന്ന രസമല്ല. വേഗം മരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇത്രയും നോക്കിയിട്ട് ഇത്രയും നേരം പറഞ്ഞ് ഇതാക്കി ഇഷ്ടമുള്ളൂ. പക്ഷേ ഇത് മക്കളെ അത് കഴിച്ചോളുന്ന ടേസ്റ്റാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുറേ ഉണ്ടാക്കി. നമുക്ക് ഒന്നും ചെയ്യും. ഏകദേശം നമുക്ക് ഓഫാകാൻ വയ്ക്കണം. ഇനി അതിന് കട്ടാറെന്താണോ ഇനി നമുക്കിത് ഭയങ്കര ഉറപ്പായി ചെറിയ ലൂസിൽ നമുക്കിത് വാങ്ങി വെക്കാം. തണുത്ത പെട്ടെന്നായിരുന്നു. ചൂടാതെ അത്ര ഉറപ്പില്ല. ചൂടത്തെ അതിൽ കഴിഞ്ഞിട്ട് മാന്തത്തിട്ടോ കൈ മുട്ടിയുണ്ടെങ്കിലേ വേറൊട്ടിന് അറിയാം. ഉള്ളിൽ ആ ഭാഗമൊന്നും പറ്റില്ല. ഏകദേശം നമ്മൾ റെഡിയായി മാറി കേട്ടോ. സംഭവം അരമണിക്കൂറിൻ്റെ കേസാണ്. നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യണം. ചെടികളിലൊക്കെ ഒഴിച്ചു. ഓയിലാക്കാം. അടി പിടിച്ചാക്കാൻ പോയി പൂച്ചാള എന്നെ കാത്തിട്ടില്ല. നമുക്ക്
നമുക്ക് പാത്രത്തേക്ക് മാറ്റട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉറച്ചിട്ട് നമുക്ക് ഒന്നും തണുത്തോട്ടെ, അല്ലെങ്കിൽ ഇത് 6 കരിമുട്ടി മതിയായിരുന്നു. വെളുപ്പല്ല ക്യാമറ. അത് വാങ്ങിയാല് ചട്ടി അടി കരിന്റെ അടുക്കണ്ട്. ഇനി ഒന്നും തണുത്താൽ നമുക്ക് ഇത് ഉരുട്ടി ഓരോ പീസ് ആകണ്ടോ. അടിയിൽ ഒട്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓയിൽ തേച്ച് വെക്കണം. അവിടെ ഉപ്പില്ല. ഈ ചൂടാറാൻ ഞാൻ കൈ മുട്ടിയുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങനെ ഉരുട്ടി ഇട്ടിട്ട് ഇതൊക്കെ ഇതായിക്കണേ കുറച്ച്. ഇനി പെട്ടെന്ന് ചൂടാറാൻ ഐസും വെള്ളത്തിൽ വെച്ചാൽ മതി പാത്രം. എന്നിട്ട് ഫാൻ്റെ ഒടിച്ചത് പറ്റതാവുമല്ലോ. ചൂടാകുമ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് കൈമലേശം എണ്ണ ഇങ്ങനെ ആക്കിയാൽ മതി. ലൂത്താക്കും കൈമലൊക്കെ ഒന്ന് മോഡലായിട്ട് കൊടുക്കാം. മോഡലായിട്ട് കൊടുക്കാം. ഉണ്ടോ വെളിച്ചല്ലേ ഇങ്ങനെ വെറ്റുണ്ടാക്കാം കേട്ടോ. കൈമ ലേശം വെള്ളം ഒന്ന് കൈമാക്കിയാണ്. എന്നിട്ട് ഇങ്ങനെ വെറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഓരോരോ പീസ് ചൂടാറിയാൽ ഒന്നുകൂടി കുറച്ചുകൂടി ചൂടാറണം. ചൂടാറിയാൽ കൂടുതൽ ചൂടാറാൻ നിൽക്കരുത് കേട്ടോ. അപ്പം ഇതിനൊക്കെ പാടയിൽ വലിയ ഉണ്ടാക്കി തിന്നുണ്ടിരുന്നു. അപ്പം ഈ ലെവലിൽ എടുക്കണം ഉണ്ടോ. ഈ ലെവലിൽ ഇപ്പോൾ കുറച്ചാൽ പച്ചയായി. ഇനി ഇത് എങ്ങനെ വലുപ്പത്തിലാക്കാം, ചെറിയ വലുപ്പത്തിലാക്കാം, പരത്താം ഉണ്ടോ, ഇങ്ങനെ ആക്കാം. ചൂടുകൊണ്ടാട്ടോ അങ്ങനെ ഇത്ര ഒറ്റൊന്നും വേണ്ട. എൻ്റെ കൈ ചൂടായിട്ടാക്കി കേട്ടോ. നിങ്ങൾ ഇത്ര ഒറ്റൊന്നും വേണ്ട. എല്ലാം ചൂടാറുമ്പോൾ അത് ഭയങ്കര ഒട്ടലോട്ട്. അതിന് മുമ്പാക്കാം കേട്ടോ. ആ വെള്ളത്തിലൊന്നും ഇങ്ങനെ കൈ വെച്ച് കണ്ടേ. ഉള്ളും പരിപാടി ക്യാമറ വെളിച്ചല്ലേ. ഈ കർച്ചാപരത്തിന് പ്രത്യേകത ഏത് പ്രായക്കാർക്കും കഴിക്കാം. അങ്ങനെ തിന്നോളൂ. വയസ്സാലൊക്കെ തിന്നാ. ഇതിങ്ങനെ സാവധാനം നമ്മൾ കടിച്ചു കുടിച്ച് തിന്നാൻ കഴിയില്ല. സാവധാനം ഇങ്ങനെ തൊണ്ണുമ്പട്ട് ഇങ്ങനെ ആട്ടി തിന്നോ. അപ്പോഴേ ടേസ്റ്റ് വരുള്ളൂ. ഇത് മറ്റു മുട്ടായി തിന്നാൽ കടിച്ചു കുടിച്ച് തിന്നാറ്. അതുകൊണ്ടാണ് വയസ്സന്മാർക്ക് തിന്നാറ്. ഓരോ തൊണ്ണുമ്പോൾ ഒന്ന് അങ്ങോട്ടിട്ട് ഒന്ന് ഇങ്ങോട്ടിട്ട് ആട്ടി ഉരുക്കിയാണ് ചോദിച്ചു. അങ്ങനെ ഉണ്ടാക്കാം തിന്നല്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഇത് ഒരു ചിലവില്ല. ഇത് ഒരു 10 പറയാൻ നിർത്താൽ മതി. ഇനിയിപ്പോൾ ഇത് മധുരം ഇട്ടത് ശർക്കര ഇട്ട കാരണം എന്താണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് മധുരം മതിയാവും. അതുകൊണ്ട് കുറച്ച് ചേർക്കണ്ട. അല്ലെങ്കിൽ ഇതിൻ്റെ മധുരം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് മധുരം ഇട്ടുന്നുള്ളൂ. അത് ഇടാതെ ഉണ്ടാക്കട്ടോ. ഇനിയിപ്പോൾ ശർക്കര ഇല്ലാതെ വേദാറാണ്ട, കുറച്ച് പഞ്ചാര ഇട്ടാലും മതി. ഇത് വലുതും ചെറുതൊക്കെ ഉണ്ടാവും. നമ്മളെ സൗകര്യം പോലെ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്താ തന്നെയാണല്ലോ, കടയിൽ കൊണ്ട് വിൽക്കാനല്ല. അപ്പം നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം, ചെറുതായിട്ട് ഉണ്ടാക്കാം, വലുതാക്കി ഉണ്ടാക്കാം. വെള്ളത്തിലൊന്ന് കഴിക്കാൻ നോക്കിയാൽ മതി. ഇങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി തിന്നീന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കി കാണിച്ചു തരികയാണെങ്കിൽ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഇത്ര മെനക്കാണ്. അപ്പോൾ അത് വീടുകൾ വാങ്ങിയാൽ മതിയില്ല എന്നൊക്കെ പറയും മാനോട്. സംഭവം ശരിയാണ്. പക്ഷേ ഈ സാധനം കിട്ടൂല. ഈ പീടിയിൽ നിന്ന് നമുക്ക് അരച്ചാ പറിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞാതിരോ ഉണ്ടായാലും ഉണ്ടാക്കണമെന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം എത്ര തോന്നെ പറഞ്ഞാൽ പോലെ ഉണ്ടാക്കിയാൽ ഇപ്പോൾ മുട്ടായി സെയിൽ ചെയ്ത് വെക്കുമോ. ഒക്കെ പഞ്ചാര ഒഴിക്കുകയാണെങ്കിൽ കളർ ഒഴിക്കണം. പഞ്ചാര ഒഴുകി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കളർ മാറും. അതിൽ ചെറിയ എസൻസിൽ കൂട്ടും. അപ്പോൾ കളർ കറുത്ത കളർ വരും.
ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ബേജാറൊന്നും ബേജാറാക്കണ്ട, ധൈര്യം കഴിക്കും. ഒരു പൈസക്ക് മുടക്കില്ല, നമ്മൾ കുറച്ച് ടൈം വേസ്റ്റ് ആകും. വേസ്റ്റല്ല, നമ്മൾ ടൈം എടുക്കണമെങ്കിൽ നമുക്കിത് കഴിക്കാനുണ്ടാവും. നമ്മൾ പീടിയത്തെ കഴിക്കണോ ഇത് കഴിക്കണോ മാറ്റം ഉണ്ടാവും. അത് തിന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയും ഇതിൻ്റെ ചൊയ മാറ്റും, ഇതിൻ്റെ ടേസ്റ്റും. ഇനി കൈമേലെ കൊട്ടിപ്പിടിച്ചുകൊണ്ട് അതൊക്കെ നമുക്ക് എടുക്കാം. അല്ലേ ഇതാണ് സാധനം. ഇങ്ങോട്ട് ഇടിച്ച് കളിച്ചത് ഇനി ഉണ്ടായി കുറച്ച് എടുക്കാൻ. ഞാൻ പെട്ടെന്ന് ഉണ്ടായി, ഞാൻ ക്യാൻറ്റീനിൽ പോകാനായിരിക്കണം, അതുകൊണ്ട്. ഇതൊന്നായോ? ഇല്ലല്ല, അത് ഒട്ടൊന്നുമില്ല. ആയിക്കോട്ടെ, ഞാൻ തിന്ന് കാണിച്ചു തരാം. എന്താ സോറ്റ് സാറോ, നമ്മൾ കടയിൽ നിന്നാണോ ഉറപ്പുണ്ട്? അതില്ല, പല്ലുമ്മ അങ്ങനെ വിട്ടു, അത് അങ്ങോട്ട് കൊണ്ട് നാട്ടിലായിട്ടാണ് ശരിയാവും. ഇന്ന് കടയിൽ പോകുമ്പോൾ ഒരു അരമണിക്കൂർ ഗ്യാപ്പുണ്ട്, അവരുണ്ടാക്കിയാൽ പറ്റും. അവരുണ്ടാക്കി പരിചയമല്ല പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അന്ന് കുറേ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് ഇതന്നെയുള്ള വീഡിയോ. ഇനി നാളെ ഇൻഷാല്ലാ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നു. എല്ലാവരും മുട്ടായി തിന്ന് മധുരമൊക്കെ ആയി വരുമ്പോഴത്തേന് നമ്മൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം, സബ്സ്ക്രൈബ് ആക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.